ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സിമ്പിൾ ട്രേഡ് പ്ലേലിസ്റ്റിലെ വീഡിയോ നമ്പർ 17 കഴിഞ്ഞ് 18 കഴിഞ്ഞ് 19 ആണ്. അപ്പോൾ വീഡിയോ 1 തൊട്ടിട്ട് 18 വരെ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി പോയി കാണുക. സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാന്നുള്ളതും പൈസ ഉണ്ടാക്കാന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ദയവായി നിങ്ങൾ പോയി കാണുക, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് മണി മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ മണി മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇതുവരെ പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ മണി മാനേജ്മെൻറ്റ് കൺസെപ്റ്റും ഞാൻ മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. ഓക്കെ, അപ്പോൾ ഈ മണി മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ മെൻ്റൽ മാനേജ്മെൻറ്റിനെ കുറിച്ചും കൂടി പറയണം. അതായത് ഈ മണി മാനേജ്മെൻറ്റും മെൻ്റൽ മാനേജ്മെൻറ്റും എന്ന് പറയുന്നത് ഒരു ത്രാസിൻ്റെ 2 സൈഡാണ്. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ്സും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ മണി മാനേജ്മെൻറ്റ് ശരിയല്ലെന്ന് ചോദിക്കുക, അപ്പോൾ നമ്മളെ മെൻ്റൽ മാനേജ്മെൻറ്റ് ഡൗൺ ആയി പോകും. അപ്പോൾ എന്താവും, നമ്മൾ ട്രേഡിങ്ങിൽ ഫെയിലിയർ ആവും. അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, മെൻ്റൽ മാനേജ്മെൻറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ മണി മാനേജ്മെൻറ്റ് ഡൗൺ ആയി പോകും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമ്മൾക്കൊരു ബാലൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. കാരണം ഇത് തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നമുക്ക് മണി മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയാം, എന്നിട്ട് മെൻ്റൽ മാനേജ്മെൻറ്റിലേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മണി മാനേജ്മെൻറ്റ് എന്താണ്? മണി മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്താഗതി ഉണ്ട്. നമുക്ക് ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് തിങ്കിങ്ങും നെഗറ്റീവ് തിങ്കിങ് ഉണ്ട് നമ്മൾ മനുഷ്യന്മാരായി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പോസിറ്റീവ് തിങ്കിങ് നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് എപ്പോഴും കൂടുതൽ വേണം. അപ്പോഴാണ് നമുക്ക് റിയൽ ലൈഫിൽ സക്സസ് ആവാമെന്നാണ് എല്ലാവരും പറയുക. കാരണം എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കിത് ചെയ്യാനുള്ള കഴിവുണ്ട്, ശരി ഇതെനിക്ക് ശരിയാവും എന്നുള്ള രീതിയിൽ നമ്മൾ റിയൽ ലൈഫിൽ പോസിറ്റീവ് തിങ്കിങ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിയൽ ലൈഫിൽ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ആത്മവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും കൊണ്ടിട്ടാണ് സാധാരണ ഒട്ടുമിക്ക ആൾക്കാരും എന്ത് ചെയ്യുക, ട്രേഡിംഗ് ലൈഫിലേക്ക് വരിക പോസിറ്റീവ് തിങ്കിങ് ആയിട്ട്. അപ്പോൾ അതാണ് ഒരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ പോസിറ്റീവ് തിങ്കിങ് ഒരിക്കലും വെക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കൂടുതൽ നെഗറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവ് തിങ്കിങ്ങും വളരെ കുറച്ചുമായിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ പോസിറ്റീവ് തിങ്കിങ് നെഗറ്റീവ് തിങ്കിങ് ഈ ട്രേഡിങ്ങിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇത് എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാഭത്തിനെ കുറിച്ചിട്ട് മാത്രം ചിന്തിക്കുന്നതാണ് പോസിറ്റീവ് തിങ്കിങ്. നെഗറ്റീവ് തിങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നെഗറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഒരു ട്രേഡർ മണി മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ നെഗറ്റീവ് തിങ്കിങ് ആണ് നമുക്കൊരു ട്രേഡർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ മണി മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്, നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാം. എന്നാലും ഞാൻ പറയാം. അതായത് ഇപ്പോൾ സപ്പോസ് ഞാനൊരു 1 ലക്ഷം രൂപ ഞാൻ എടുത്തിരിക്കുകയാണ്. 1 ലക്ഷം രൂപ ജസ്റ്റ് ഒരു റൗണ്ട് ഫിഗറിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നിങ്ങളിൽ ഇപ്പോൾ 10,000 രൂപയാണ് 5,000 രൂപയാണെങ്കിൽ അതിനനുസരിച്ച് പെർസെൻറ്റേജ് മാറുന്നു മാത്രം. അപ്പോൾ 1 ലക്ഷം രൂപ എടുക്കണമെങ്കിൽ സാധാരണ ഒരു റൂള് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ഈ ട്രേഡർമാർ എന്ത് ചിന്തിക്കും, എനിക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും, അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും എപ്പോഴും. മനസ്സിലായില്ലേ? എന്നാൽ ആ സമയത്ത് ഈ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ നഷ്ടപ്പെടും എന്നുള്ള കാര്യങ്ങൾ എത്ര പേര് അധികം ചിന്തിക്കും? കാരണം എല്ലാവരും ഭയങ്കര പോസിറ്റീവായിരിക്കും. ആ ഒരു പോസിറ്റീവ് മാറിയിട്ട് നമ്മൾ എന്തിന് നെഗറ്റീവിന് ചിന്തിക്കുമ്പോൾ എന്താണ്, നമ്മൾ മണി മാനേജ്മെൻറ്റ് റൂളുകൾ വരും. അതായത് ഓക്കെ, നമ്മൾ സാധാരണ ഒരു മണി മാനേജ്മെൻറ്റ് റൂളുകൾ പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5% വരെ നമ്മൾ മാക്സിമം റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപയാണെങ്കിൽ മാക്സിമം 5,000 രൂപ റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിന് മുകളിൽ നമ്മൾ റിസ്ക് ചെയ്തിട്ട് നമുക്ക് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഈ 1 ലക്ഷത്തിലേക്ക് വരാനുള്ള കഷ്ടപ്പാട് ഭയങ്കര കൂടുതലാണ്. കാരണം അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കണക്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മണി മാനേജ്മെൻറ്റ് റൂൾ എപ്പോഴും ഒരു 5%ലാണ് എപ്പോഴും തുടങ്ങാം. അപ്പോൾ 5%ൽ നമ്മൾ 5,000 രൂപ, 4%ലാണെങ്കിൽ 4,000 രൂപ, ബാക്കി 3% ആണെങ്കിൽ 3,000, 2% ആണെങ്കിൽ 2,000, 1% ആണെങ്കിൽ 1,000 രൂപ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻ്റൊക്കെ ചെയ്യുക. അതെനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ നൽകുന്നതായിരിക്കും. അതോടൊപ്പം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ ജോയിൻ ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോകളുടെ ഏർലി ആക്സസ് കിട്ടുന്നതിനൊപ്പം ഇപ്പോൾ പഠിക്കാവുന്നതും ട്രേഡ് ചെയ്യാവുന്നതായ സ്റ്റോക്കുകൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. ഇപ്പം ഞാനൊരു റൂള് പറയണമെന്ന് അറിയും, നമ്മൾ ഒരു 3,000 എന്നൊക്കെ പറയണത് അതൊരു 3% എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ലൊരു നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു ഏരിയയിലാണ് നമുക്ക്. അതായത് ചില സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും, നമുക്ക് പ്രതീക്ഷിച്ച പോലെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല, സ്റ്റോപ്പ് ലോസ് ശരിയാവാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഈ 3% എന്നുള്ളത് ചിലപ്പോൾ 4,000 5,000 പോകാം. പക്ഷേ ഈ 5,000-ൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ അത് 6,000 7,000 മാറും, 6% 7% മാറും. അപ്പോൾ അതെന്തായാലും നമുക്ക് വരാൻ പാടില്ല. അപ്പോൾ ഞാൻ 3% തന്നെ 3% തന്നെ വേണമെന്നില്ല, ഇല്ല 2% വേണമെങ്കിൽ നിങ്ങൾക്ക് 2% ആക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ മണി മാനേജ്മെൻറ്റ് റൂളിൽ നമുക്ക് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്
1,00,000 രൂപയുണ്ട് 5% നമ്മൾ 5,000 രൂപ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് കാൽക്കുലേഷൻ പറയുമ്പോൾ നമുക്കെല്ലാം പറയാമല്ലോ. അതായത് ഇപ്പോൾ ഒരു സപ്പോസ് ഉദാഹരണം പറയണേൽ ഒരു ഷെയറിൻ്റെ വില 800 രൂപയാണ്. അതായത് ഒരു ഷെയർ നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഷെയറിൻ്റെ വില 800 രൂപയാണ്. ഓക്കെ, അപ്പോൾ ആ ഷെയറിൻ്റെ വില 800 ആകുമ്പോൾ പോസിറ്റീവ് മൈൻഡുള്ള ട്രേഡർ എന്ത് ചെയ്യും? ഓക്കെ, 800 രൂപ ഷെയറിന് 1,00,000 രൂപ എൻ്റെ പ്രൈസ്. അപ്പോൾ 1,00,000 രൂപ ഡിവൈഡഡ് ബൈ 800 എത്ര? 125 ഷെയർ. 125 രൂപയ്ക്ക് മേടിക്കുക. അപ്പോൾ ഇത്ര രൂപ കൂടി കഴിഞ്ഞാൽ ഇത്ര ലാഭം കിട്ടും, ഇത്ര രൂപ കൂടി കഴിയുമ്പോൾ ഇത്ര ലാഭം കിട്ടും. ഓക്കെ, അടിപൊളി. ഇനി ഡബിൾ പോസിറ്റീവ് മൈൻഡ് ആയിട്ടുള്ള ട്രേഡർ ആണെങ്കിലോ അതിനേക്കാളും വലിയൊരു ലെവലിൽ ചിന്തിക്കും. അങ്ങനത്തെ ആൾ എന്താണ്? അയാൾ ഈ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോൾ കുറേ ബ്രോക്കർമാരൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് 50% അവർ ബ്രോക്കർമാർ തരും. 50 അല്ല, അതിൽ കൂടുതൽ തരുന്ന ബ്രോക്കർമാരുണ്ട്. അത്രയും കൂടി തന്നിട്ട് നിങ്ങൾക്ക് അതിൽ കൂടി ട്രേഡ് ചെയ്തോളം പറയും. അതായത് 1,00,000 പകരം എന്താവും? 2,00,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യും. അപ്പോൾ 2,00,000 രൂപ ഡിവൈഡഡ് ബൈ 800 എത്രയാണ്? 250 ഷെയർ. ഡബിൾ പോസിറ്റീവ് മൈൻഡ്. സൂപ്പർ, അടിപൊളി. അപ്പോൾ എന്താണ്? പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറക്കും. അതായത് ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? പോസിറ്റീവ് തിങ്കിങ് ആണ്, ഹൈ പോസിറ്റീവ് തിങ്കിങ് ആണ്. അതായത് ട്രേഡ് എടുത്താൽ പ്രോഫിറ്റ് ആവും, പ്രോഫിറ്റ് എന്തോരം കിട്ടും എന്നുള്ള ഭയങ്കര വലിയ ചിന്താഗതിയാണ്. ആ ഒരു ചിന്താഗതിയിൽ ഈ ചിന്താഗതിക്കുള്ള കാരണം എവിടെന്നെങ്കിലൊക്കെ ഒരു കാരണമാണല്ലോ ഈ പോസിറ്റീവ് തിങ്കിങ് വന്നിട്ടുണ്ടാവുക. മെയിൻ ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് മുന്നുള്ള ട്രേഡുകളൊക്കെ അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും കൂടും. രണ്ടാമതൊരു ചാൻസ് ഞാൻ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പ്രോഫിറ്റും ലാഭമൊക്കെ കാണുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് തിങ്കിങ് വരും. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് ചില സമയത്ത് ട്രേഡർക്ക് നല്ല പോസിറ്റീവ് തിങ്കിങ് ആകുമ്പോൾ എന്താണ് അവരെ ഫുള്ള് ഒരു എമൗണ്ടൊക്കെ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ സമയത്ത് അറ്റ്ലീസ്റ്റ് പെട്ടെന്നൊരു നഷ്ടം വന്നെന്ന് ഇരിക്കുക. ആ ട്രേഡ് വിചാരിച്ച രീതിയിൽ വന്നില്ല, ഒരു നഷ്ടം വന്നെന്ന് ഇരിക്കും, ഒരു 5% നഷ്ടം വന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? 1,00,000 രൂപ പോയി. നോക്കണം ഫ്രണ്ട്സ്, അതായത് ഫുൾ എമൗണ്ട് ഇട്ട് 5%, ഒരു സ്റ്റോക്കൊക്കെ 5% ഇടിയാൻ അത്ര നേരമൊന്നും വേണ്ട. 5% ഇടിയുമ്പോൾ 5,000 രൂപ പോയി. 10% ഇടിയുമ്പോൾ 10,000 പോയി. 15% ഇടുമ്പോൾ 15,000 പോയി. ഇനി ഡബിൾ പോസിറ്റീവ് മൈൻഡിൻ്റെ കാര്യം പറയണ്ട. അതായത് 5% ഇടിയുമ്പോൾ തന്നെ 10,000 പോവും, പിന്നെ 10% ഇടിയുമ്പോൾ 20,000 പോവും, 15% ഇടിയുമ്പോൾ തന്നെ 30,000 പോയി. അപ്പോൾ എന്താണ് സംഭവിക്കുക? അതായത് ഇത്ര നേരം പോസിറ്റീവ് മൈൻഡിൽ നിന്ന് പെട്ടെന്ന് മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആണ് സംഭവിക്കുക. അതായത് ഇത്ര നേരം പോസിറ്റീവ് മൈൻഡിൽ പോളി എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡിൽ നിന്നാൾ പെട്ടെന്ന് കാശ് പോകുമ്പോഴല്ലോ മെൻ്റൽ അങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ആയി പോകും. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ വരുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വരും, നമ്മളുടെ ട്രേഡിങ്ങിൽ വരും. അതായത് റിവെഞ്ച് ട്രേഡിങ്. എങ്ങനെയെങ്കിലും ഈ നഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കൂടുതൽ വലിയ എമൗണ്ട് ഒക്കെ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കും. പിന്നെ ഓവർ ട്രേഡിങ്, അടുപ്പിച്ച് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഓപ്പർച്യൂണിറ്റി, നമ്മൾക്കൊരു സെറ്റപ്പ് ഉണ്ടാവും, നമുക്കൊരു ടെക്നിക്ക് ഉണ്ടാവും. ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നില്ലെങ്കിൽ എങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ട്രേഡ് ചെയ്യാൻ നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസുകളൊക്കെ വരും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണ്? ഇതൊക്കെ നമ്മൾ ഈ മെൻ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഏരിയയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനുള്ള കാരണമൊക്കെ എന്താണ്? അതായത് ഹൈ പോസിറ്റീവ് തിങ്കിങ്ങിൽ നിന്ന് നേരിട്ട് ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗണിലേക്ക് പോകും. അത് വളരെ ഭയങ്കര ഒരു മോശമായ സംഭവമാണ് എന്ന് ഒട്ടുമിക്ക ട്രേഡേഴ്സിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവർ ഈ മണി മാനേജ്മെൻറ്റ് കാര്യങ്ങളും കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് തിങ്കിങ് മാറ്റിയിട്ട് റിയൽ ട്രേഡർ എന്ത് ചെയ്യും? നെഗറ്റീവ് തിങ്കിങ് കുറച്ച് കൂടുതൽ കൂട്ടും. നെഗറ്റീവ് തിങ്കിങ് ആകുമ്പോൾ എന്താണ്? മണി മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചിന്തിക്കും. അപ്പോൾ അയാൾ എന്താ ചിന്തിക്കുക? ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് ഞാൻ 800 രൂപയ്ക്ക് മേടിക്കാൻ പോവാണ്. ആ ഒരു സ്റ്റോക്ക് എത്ര ശതമാനം എനിക്കെതിരെ ഇടിയാൻ സാധ്യതയുണ്ട്? അപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ചിന്തിക്കണമെങ്കിൽ അവർ ചിന്തിക്കും ഒരു ദിവസം ചിലപ്പോൾ ഒരു ഷെയർ എനിക്കെതിരായിട്ട് 5% 10% ഇടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കാൽക്കുലേഷൻ എടുക്കും. ഓക്കെ, ഒരു ഷെയറിൻ്റെ വില 800 രൂപ. അപ്പോൾ തൽക്കാലം ഞാൻ 5% കാൽക്കുലേഷൻ എടുത്തു. 800 × 5 ഡിവൈഡ് ബൈ 100 = 40 രൂപ. സാധാരണ നമ്മുടെ കാൽക്കുലേഷനാണ് നമ്മുടെ 5% കണ്ടെത്താനുള്ളത്. അപ്പോൾ ഒരു ഷെയറിൽ 40% എനിക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 3 പൂജ്യം, ഒരു പൂജ്യം ഇവിടെ മാറ്റി, ഒരു പൂജ്യം മാറ്റി, ഇവിടെ ഒരു ഡോട്ട് ഇട്ടാൽ ഒരു 100ൻ്റെ ഒരു പൂജ്യം കൂട്ടിന് 8, 1%ന് 8 രൂപയാണ്. അപ്പോൾ 8 × 5 40. വളരെ സിമ്പിളായിട്ട് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ റിസ്ക് എടുത്തിരിക്കുന്നത് എന്താണ്? ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് 5,000ൻ്റെ ആണ്. അതായത് 5,000 രൂപ റിസ്ക് ചെയ്യുന്ന ഒരാളാണ്. മാക്സിമം നമ്മൾ മണി മാനേജ്മെൻറ്റ് റൂളിലുള്ള 5,000 രൂപേനെ റിസ്ക് ചെയ്യാൻ പോണത്. അപ്പോൾ എത്രയാണ്? 5,000 ഡിവൈഡഡ് ബൈ ഒരു ഷെയറിൽ 40 രൂപ = 125 ഷെയർ. ഓക്കെ, ഇനി ഈ ഷെയറിൻ്റെ വില, ഇപ്പോൾ ഷെയർ ഇപ്പോൾ 800 രൂപയാണ്. ഇപ്പോൾ ഷെയറിൻ്റെ വില മാറി നീക്കി. ഷെയറിൻ്റെ വില ഇപ്പോൾ 100 രൂപയായല്ലോ. 100 × 5% നമ്മൾ എന്താണ്? ഒരു ഷെയറിൽ 5 രൂപ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 5,000 ഡിവൈഡ് ബൈ 5 1000 ഷെയർ. പക്ഷേ 1000 ഷെയറിൻ്റെ എണ്ണം കൂടും. കാരണം ഷെയറിൻ്റെ വാല്യൂ കുറവാണ്, പ്രൈസ് കുറവാണ്, അതുകൊണ്ട് അതിൻ്റെ എണ്ണം കുറയും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതന്നെ ഇപ്പോൾ 400, വേറൊരു ഷെയർ ആണെങ്കിലോ 400 ആണെങ്കിലോ ഇങ്ങനെ ഒരു പ്രൈസ് ആവും. 400 × 5
100 ഈക്വൽ ടു 20, 5000 ഡിവൈഡ് ബൈ 20 ഈക്വൽ ടു 250 ഷെയർ. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇനി അത് വീണ്ടും നമ്മളെ 800 തന്നെ വരാം. നമുക്ക് 800 തന്നെ നമുക്ക് കാര്യങ്ങൾ പറയാം. 800 × 5 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 40, 5000 ഡിവൈഡ് ബൈ 40, 125 ഷെയർ. അപ്പോൾ എത്ര രൂപയായി? അതായത് 125 × 800, 125 ഷെയർ അല്ലേ മേടിക്കുന്നത്. 125 ഷെയർ ഇൻറ്റു ഒരു ഷെയറിൻ്റെ വില 800. അപ്പോൾ എത്രയായി? 1,00,000 രൂപ. അപ്പോൾ 1,00,000 രൂപ കയ്യിലുണ്ട്. 5% ആ സ്റ്റോക്ക് ഒരു ദിവസം നമുക്ക് എതിരായിട്ട് താഴ്ന്നു പോകാൻ സാധ്യതയുള്ളൂ എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ എക്സിറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണെങ്കിൽ 125 × 800 എന്ന് പറയുമ്പോൾ 1,00,000 രൂപയ്ക്ക് ഷെയർ മേടിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്തു? 5% പകരം നമ്മൾ എന്ത് ചെയ്തു? 4% ആക്കി. അതായത് 4% നമ്മൾ മാക്സിമം ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യാൻ താല്പര്യമുള്ളൂ. കാരണം 5 മാക്സിമം പോകേണ്ടത്. 5 വരെ പോകാൻ താല്പര്യമില്ല. അപ്പോൾ 4000 വരെ പോകാൻ സാധ്യതയുള്ളൂ, താല്പര്യമുള്ളൂ. അപ്പോൾ എന്താ ഇത്? 4000 ഡിവൈഡഡ് ബൈ 40. അപ്പോൾ എത്രയായി? 100 ഷെയർ. 100 × 800, 8000 ഷെയർ. അതേപോലെ നമ്മൾ റിസ്ക് ചെയ്യണത് 3% ഉള്ളൂ. അതായത് നമ്മൾ 1,00,000ൻ്റെ 3000 രൂപ റിസ്ക് ചെയ്യാൻ താല്പര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താവും സംഭവിക്കും? ആ 4000ന് പകരം എന്താവും? 3000 ആവും. 3000 ഡിവൈഡ് ബൈ 40 റുപ്പീസ്. അപ്പോൾ എത്രയായി? 75 ഷെയർ. അപ്പോൾ എന്തായി? 75 × 800, 60,000. അപ്പോൾ എന്താണ് അതിന് മനസ്സിലാക്കിയത്? അതായത് നമ്മളുടെ റിസ്ക്, നമ്മൾ എന്തോരം നെഗറ്റീവ് തിങ്ക് ചെയ്ത് നമ്മുടെ റിസ്ക് കുറയ്ക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ ഇടുന്ന എമൗണ്ട് കുറയും. അതായത് 1,00,000 രൂപ ഉണ്ടെങ്കിൽ പോലും നമ്മൾ 60,000 രൂപയെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? ബാക്കി 40,000 എന്ത് ചെയ്യും? നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വെക്കും. അപ്പോൾ ചില ബ്രോക്കർമാർ പറയും നിങ്ങൾക്ക് ഇത്ര ഫ്രീ എമൗണ്ട് ഉണ്ട്, എന്തെങ്കിലും ചെയ്യുമെന്ന്. അതിലൊരിക്കലും നമ്മൾ വീഴരുത്. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി വേറൊരു ഉദാഹരണം. ഇനിയിപ്പോൾ ഈ ഷെയർ 5% അല്ല, ഒരു ദിവസം നമുക്കെതിരെ ഓപ്പോസിറ്റ് 10% ഇടിയാൻ സാധ്യതയുണ്ടെന്ന് നീക്കി. അപ്പോൾ 10% ഇടിയാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താവും? നമ്മൾ ഈ 5% എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യും? 10% ആക്കും. 10% ആക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ഷെയറിൽ ഒരു ദിവസവും നമുക്ക് നമ്മളെതിരെ വരികയാണെങ്കിൽ നമുക്ക് 80 രൂപ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ റിസ്ക് ഇവിടെ കിടക്കുന്നത് 3000 ആണ്. അപ്പോൾ 3000 ഡിവൈഡഡ് ബൈ 80. അപ്പോൾ അത്രയും 37.5 ഷെയറാണ് നമ്മൾ എന്താ ചെയ്യുക? മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 38 ഷെയർ ആക്കാം. 38 ഷെയർ ഇൻറ്റു 800, 30,400. ഇനി അതന്നെ നമുക്ക് കൂട്ടി, അതായത് നമുക്ക് 3% അല്ല, 3% കൂടുതൽ റിസ്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. 4000 രൂപ റിസ്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? 4000 ഡിവൈഡ് ബൈ 80, ഷെയറിൻ്റെ എണ്ണം എന്തായി? ഷെയറിൻ്റെ എണ്ണം കൂടി 50 ഷെയറായി. 50 ഷെയർ ഇൻറ്റു 800, 40,000 രൂപയായി. ഓക്കെ. ഇനി അതന്നെ 5% ആക്കുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല, സെയിം തന്നെ 5000 വന്നു, 50,000 വന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ഈ ഷെയറിൻ്റെ വില കൂടുകയും കുറയും? ഞാൻ എത്ര നമ്മൾക്കെതിരെ ഓപ്പോസിറ്റ് മൂവ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? പറയുന്നുണ്ടല്ലോ, ഇപ്പം 5% പോകാൻ സാധ്യതയുണ്ട്, 10% പോകാൻ സാധ്യതയുണ്ട്. ആ 10% ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 20% ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അപ്പോൾ ഇത് ഞാൻ ഇതിന് മുന്നും പറഞ്ഞിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഉദാഹരണം പറയണേ പറഞ്ഞത്, ഇതൊരു റിലയൻസിൻ്റെ ഒരു ചാർട്ടാണ്. റിലയൻസിൻ്റെ ഒരു ചാർട്ടിൽ കണ്ടോ 1 ഡേ ചാർട്ടാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ആ റിലയൻസ് ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നേക്ക്. അപ്പം ഞാൻ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിലയൻസിൽ ഇതിന് മുന്നേ, അതായത് റിലയൻസിൻ്റെ സ്റ്റോക്കാണ്. അപ്പോൾ ഈ റിലയൻസ് ഇതിന് മുന്നേ എത്രയൊക്കെ മൂവ്മെൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ നോക്കും. അതായത് ഭയങ്കര ഒരു ദിവസമുള്ള പെട്ടെന്നുള്ള ഹ്യൂജ് താഴേക്കോ മേലേക്കോ ഉള്ള മൂവ്മെൻറ്റ് എന്തോരം വന്നിട്ട് നോക്കും. അപ്പോൾ ഞാൻ ഇത് നോക്കിയപ്പോൾ ഒരു വളരെ വലിയൊരു ക്യാൻഡിലാണ്. അപ്പോൾ ഞാനിത് എന്തോരം പ്രൈസാണ് മൂവ് ചെയ്തത് നോക്കി. അപ്പോൾ 2.73%. ഓക്കെ. അടുത്ത് ഞാൻ നോക്കി, അപ്പോൾ 3.95. പിന്നെ ഒരു വലിയ ക്യാൻഡിൽ ഞാൻ നോക്കി, വലിയൊരു ക്യാൻഡിൽ വന്നത് ഇവിടെയാണ്. ഓക്കെ. അത് എത്രയാണ്? 3.5% മൈനസ് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ ക്യാൻഡിൽ, ഒരു പച്ച ക്യാൻഡിൽ ഒരു മൂവ്മെൻറ്റ് വന്നിട്ട് 4.12%. പിന്നെ ഒരു ക്യാൻഡിൽ ഞാൻ കണ്ടു, അതായത് വളരെ വലിയൊരു റെഡ് ക്യാൻഡിൽ, അത് ഞാൻ നോക്കിയപ്പോൾ 7.5%. അപ്പോൾ എന്താണ് ഏറ്റവും വലിയൊരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്? 7.5% മൈനസാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതാണ് മാക്സിമം എനിക്കെതിരെ മൂവ് ചെയ്യാൻ സാധ്യതയുള്ള പെർസെൻറ്റേജ് എനിക്ക് മനസ്സിലാക്കി. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഷെയർ ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഷെയറിൻ്റെ വില എത്രയായിരിക്കും? 1300. കാരണം ഇപ്പം നടക്കുന്നത് 1300 അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? തിരിച്ച് നമ്മുടെ കാൽക്കുലേഷനിലേക്ക് വന്നു. തിരിച്ച് നമ്മുടെ കാൽക്കുലേഷൻ വന്നിട്ട് ഒരു ഷെയർ ഒരു ദിവസം മൂവ് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ കാൽക്കുലേഷൻ ഷെയറിൻ്റെ പ്രൈസ് 1300 ആയി അല്ലേ? ഇപ്പോഴത്തെ റിലയൻസിൻ്റെ 1300 അതുപോലെ തന്നെ താഴേക്ക് പോകാനുള്ള സാധ്യത 7.5%. അപ്പോൾ എന്തായി? ഇവിടെ 1300 ആയി. അതിൻ്റെ ഒപ്പം 7.5% ഡിവൈഡ് ബൈ 100, 97.5 ഷെയർ, 97.5 റുപ്പീസ്. അതായത് ഒരു ഷെയർ റിലയൻസ് മേടിച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ 97.5 രൂപ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? 3000 രൂപ റിസ്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 3000 ഡിവൈഡ് ബൈ 97.5 നമുക്ക് 30.76 ഷെയർ. അപ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ 31 ഷെയർ ഇൻറ്റു 1300, 40,000 രൂപയ്ക്ക് ഞാൻ മേടിക്കും. 40,300 രൂപ എക്സാക്ട്. അതായത് 3% റിസ്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഞാൻ 40,000 രൂപയ്ക്ക് മാത്രം ഷെയർ മേടിക്കുള്ളൂ റിലയൻസിൻ്റെ.
ഇനി 4% റിസ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ അതിൻ്റെ പെർസെൻറ്റേജ് മാറി 4000 രൂപയായി, 41 ഷെയറായി, എന്ത് ചെയ്തു, 53,300 രൂപയായി. ഓക്കെ, ഇനി അത് 5% കാര്യം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇനി വേറൊരു ഉദാഹരണം എടുക്കാം, ടാറ്റ മോട്ടോഴ്സ്. ഞാൻ ഓരോന്നോരോന്ന് പറയുന്നില്ല. ടാറ്റ മോട്ടോഴ്സ് ഇതുപോലെ എടുത്തു. എവിടേക്കാണ് വലിയ വലിയ മൂവ്മെൻറ്റ് വരുന്നത് ഞാൻ നോക്കി. ഒരെണ്ണം 4.5%, 6.1%, 5.74, 4.06, പിന്നെ ഇപ്പോഴത്തെ ഷെയറിൻ്റെ വില 800 രൂപ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഏറ്റവും വലിയ മൂവ്മെൻറ്റ് വന്നത് ഇവിടെ 6.15. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് സെലക്ട് ചെയ്ത് കാൽക്കുലേഷൻ വീണ്ടും ഇട്ടു. ഷെയറിൻ്റെ വില എന്ത് ചെയ്തു, 800 ആയി. തിരിച്ച് വീണ്ടും 800 രൂപയായി. വീണ്ടും അതിൻ്റെ എത്രയാണ് നമ്മളുടെ റിസ്ക് വരുന്നത്, 7.35, അതായത് 6.15, തെറ്റിപ്പോയി, 6.15. 6.15 ഞാൻ ഇവിടെ ഇട്ട് 6.15 ഇട്ടിട്ടതിന് ശേഷം ഞാൻ കാൽക്കുലേഷൻ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, മാക്സിമം മേടിക്കാവുന്ന ഷെയർ എത്രയാണ്, 48,800 രൂപയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണത്. അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക? അത് വളരെ സിമ്പിളാണ്. നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഞാൻ ഈ യൂസ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അറിയാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെച്ചോ. ഇത് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഫേസ്ബുക്കും ഗൂഗിൾ അക്കൗണ്ടൊക്കെ എടുക്കുന്ന പോലെ ഫ്രീ ആയിട്ട് അക്കൗണ്ട് എടുക്കാം. വേറെ ഒന്നും കൊടുക്കണ്ട. നമുക്ക് അതിൽ കൂടെ നമുക്ക് ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ക്രോസ് എയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഇങ്ങനെ ഒരു ചിഹ്നം വരുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഡോട്ട് ആയിട്ടുള്ളൊരു സംഭവം വരും, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഏത് ക്യാൻഡിലാണ് പെർസെൻറ്റേജ് അറിയേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ പെർസെൻറ്റേജ് അറിയാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് എന്താണ്, അതായത് സ്റ്റോക്ക് ബൈ ചെയ്ത് സൂക്ഷിക്കുന്ന ആൾക്കാരുടെ ട്രേഡുകളെ കുറിച്ചിട്ടാണ്. അതായത് ബൈ ചെയ്ത് സൂക്ഷിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ആ സമയത്തൊക്കെ ഓവർനൈറ്റിലൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് മണി മാനേജ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇൻട്രാഡേനെ കുറിച്ച് പറയാം. ഇൻട്രാഡേയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഇല്ല. കാരണം ഇൻട്രാഡേ നമ്മൾ അന്ന് തന്നെ ബൈ ചെയ്യണം, അന്ന് തന്നെ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആകെ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്. ഉദാഹരണത്തിന് ഒരു സ്റ്റോക്കിൻ്റെ വില 800 രൂപയിലേക്ക്. അപ്പോൾ നമ്മൾ സാധാരണ ഇൻട്രാഡേയിൽ ഒരു ദിവസം 1%, 2%ഒക്കെയാണ് മൂവ് ചെയ്യാൻ സാധ്യത. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് മാക്സിമം ഇടുന്ന ഒരാളാണെങ്കിൽ 1% ഇടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ഷെയറിൻ്റെ വില 800 രൂപയാണെങ്കിൽ 1%, ആ ഷെയറിൻ്റെ 800 രൂപയുടെ 1% എന്ന് പറയുമ്പോൾ 8 രൂപ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടും. അതായത് നമ്മളിപ്പോൾ 3000 രൂപയുടെ നമ്മൾ റിസ്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3000 ഡിവൈഡഡ് ബൈ 8, അപ്പോൾ എത്രയായി, നമുക്ക് 375 ഷെയർ കിട്ടും. അപ്പോൾ 375 × 800, 3 ലക്ഷം രൂപയ്ക്ക് നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്യും. ഇനി ഞാൻ പറയും, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മാക്സിമം 3% റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ട്രേഡ് ചെയ്യുന്നവരെന്ത് ചെയ്യും, അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ റിസ്ക് കുറയ്ക്കണം. 3000 രൂപ റിസ്ക് ചെയ്യുന്ന സ്ഥാനത്ത് 1000 രൂപ റിസ്ക് ചെയ്തിട്ട് അവർക്കാണെങ്കിൽ 1, 2, 3 ട്രേഡ് എടുക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ 3000ൻ്റെ സ്ഥാനത്ത് എന്താവും, 1000 രൂപയാവും. 1000 ഡിവൈഡ് ബൈ 8 നമ്മൾ 125 ഷെയർ ആവും. ഇപ്പോൾ 125 × 800, 1 ലക്ഷം രൂപയ്ക്ക് മേടിക്കും. ഓക്കെ, 1 ലക്ഷം രൂപയാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് മേടിക്കും. ഇനി ചില സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ റിസ്ക് ചെയ്യണത് കുറവും. അതായത് 1% റിസ്ക് ചെയ്യുന്ന സ്ഥാനത്ത് ചിലപ്പോൾ 0.5% റിസ്ക് ചെയ്യുള്ളൂ. സ്റ്റോപ്പ് ലോസ് 1% വെക്കില്ല. കാരണം 1% ആകുമ്പോൾ റിസ്ക് റിവാർഡ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, 4 രൂപയൊക്കെ വെക്കുള്ളൂ. അതായത് 0.5%. 1% നമ്മൾ 8 രൂപ, അതിൻ്റെ 0.5% എന്ന് പറയുമ്പോൾ 4 രൂപ. അപ്പോൾ 1000 ഡിവൈഡ് ബൈ 4 250 ഷെയർ, 250 × 80, 2 ലക്ഷം രൂപ. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഓൾറെഡി അറിയുന്നവരുണ്ടാവും, എന്നാലും പറയാണ്, ഇൻട്രാഡേ ട്രേഡ് നമ്മൾ 1 ലക്ഷം രൂപയുള്ളൂ. അപ്പോൾ എങ്ങനെ 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും? അപ്പോൾ അതിനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ലിവറേജ് നമുക്ക് 5 ഇരട്ടി തരും. അതായത് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ 5 ഇരട്ടി, 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, സത്യത്തിൽ അപ്പോൾ അവിടെ കാൽക്കുലേഷൻ നമ്മൾ നോക്കണമെങ്കിൽ 5 ലക്ഷം ഡിവൈഡഡ് ബൈ 1 ലക്ഷം, അതായത് 1 ലക്ഷം രൂപയുടെ ട്രേഡ് ചെയ്യാൻ നമുക്ക് 20,000 രൂപ മതി. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രോക്കർമാരൊക്കെ ഇങ്ങനെ പറയും, അതായത് 40,000 രൂപയെ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് 2 ലക്ഷം രൂപയുടെ ട്രേഡ് എടുക്കാൻ നമ്മൾ 40,000 രൂപ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 60,000 രൂപ നമ്മുടെ ബാലൻസ്ഡ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രോക്കർമാരൊക്കെ പറയും, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു എമൗണ്ട് എത്രയാണ്, 60,000 രൂപ കിടക്കുന്നുണ്ട്, അതിനും കൂടി ട്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ നമ്മളുടെ ഒരു ട്രാപ്പിൽ നമ്മൾ ഒരിക്കലും വീഴരുത്. കാരണം ഈ ട്രാപ്പ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ട്രേഡ് ചെയ്തിട്ട് അവർക്ക് ബ്രോക്കറേജ് കിട്ടാനാണ്. നമ്മുടെ മണി മാനേജ്മെൻറ്റും കാര്യങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർക്ക് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കൂടുതൽ ട്രേഡ് ചെയ്യണം. അതൊരിക്കലും നമ്മൾ ആ ട്രാപ്പിൽ വീഴരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ മണി മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ. ഇനി ഞാനൊരു കാര്യം ചോദിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് 4% യൂസ് ചെയ്യേണ്ട, 3% 3000 രൂപ ചെയ്താൽ മതി. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അതാണോ നിങ്ങളുടെ കാര്യം? അതായത് നിങ്ങൾ അതാണോ തീരുമാനിക്കേണ്ടത്? അതാണ് മെൻ്റൽ മാനേജ്മെൻറ്റിൽ ഞാൻ പറയാൻ പോണത്. അതായത് മെൻ്റൽ മാനേജ്മെൻറ്റിൽ നമ്മളെ കുറിച്ചിട്ടുള്ളത്, അതായത് സ്വയം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മെൻ്റൽ മാനേജ്മെൻറ്റിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതായത്
നമ്മളൊരു ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യർക്കും ഓരോ വിലയായിരിക്കും പൈസ. അതായത് ഇപ്പോൾ ഒരു പൈസ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ഇപ്പോൾ ഒരാളിപ്പോൾ നടന്നു പോകണം, ഇപ്പോൾ നമ്മളിൽ ആരെങ്കിലും ഒരാൾ നടന്നു പോകുന്ന ഒരാളുടെ നിന്ന് ഇപ്പോൾ നമ്മളിൽ ഒരു 500 രൂപ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അപ്പോൾ ആരുടെയെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ്റെ നിന്ന് ഒരു 500 രൂപ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുമല്ലോ നമ്മൾ, അയ്യോ 500 രൂപ പോയി 500 രൂപ പോയി എന്ന്. അത് ഓരോ മനുഷ്യന്മാരും ചിന്തിക്കുന്നത് വ്യത്യാസമായിരിക്കും. ചില മനുഷ്യന്മാർ ഒരു ദിവസം ചിന്തിച്ച് വിഷമിച്ചിരിക്കും, അത് കഴിയുമ്പോൾ മറന്നു കളയും. ചിലവർ 2 ദിവസം ചിന്തിക്കും, അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലവർ ഒരാഴ്ച ചിന്തിക്കും, ചിലവർ 1 മാസം ചിന്തിക്കും, ചിലപ്പോൾ ഒരാൾ 1 വർഷം വരെ വേണമെങ്കിൽ ചിന്തിക്കാം. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആ ഒരാളുടെ കയ്യിലുള്ള പൈസ, ചിലവാക്കുന്ന രീതി, അവരുടെ ആവശ്യങ്ങൾ, ചിന്താഗതി. കയ്യിലുള്ള പൈസ ഉണ്ടായിട്ട് നല്ല കാര്യമില്ല. ഭയങ്കര പൈസ ഉള്ള ആളായാലും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും. കാരണം അവരെ ഒരു മൂല്യം, അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരുടെ മെൻറ്റാലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് നമ്മൾ മെൻ്റൽ മാനേജ്മെൻറ്റിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു 3000 രൂപ റിസ്ക് ചെയ്യാൻ. നിങ്ങൾക്ക് 1,00,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3000 രൂപ റിസ്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കാൻ പാടില്ല. ഇല്ല, ഞാനോ മറ്റുള്ള ആര് പറയണതോ നിങ്ങൾക്ക് കേൾക്കാൻ പാടില്ല. 5000 രൂപ റിസ്ക് ചെയ്യൂ, അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാന്നൊക്കെ പറയണത് ഒരിക്കലും നിങ്ങൾക്ക് കേൾക്കാൻ പാടില്ല. നിങ്ങൾക്ക് കേൾക്കേണ്ടത് എന്തെന്നറിയോ? നിങ്ങളോട് തന്നെയാണ്. അതായത് 3000 രൂപ റിസ്ക് ചെയ്യാൻ പാടണോ? ഇല്ല, ചിലവർക്ക് അത് 2000 ആയിരിക്കും, ചിലപ്പോൾ അത് 1000 ആയിരിക്കും. ഓരോരുത്തരും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലവർക്ക് എന്താണത്, ചിലപ്പോൾ അതിനേക്കാളും താഴെ ആയിരിക്കും. എത്ര ആയിരിക്കും? അതിനേക്കാളും താഴെ. ചിലപ്പോൾ 0.5% 500 രൂപ ആയിരിക്കും, ചിലപ്പോൾ 0.3% 300 രൂപ ആയിരിക്കും. അപ്പോൾ അതെന്താണ് ഡിപ്പെൻഡ് ചെയ്യുക? അത് നിങ്ങളുടെ മെൻ്റൽ മാനേജ്മെൻറ്റ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഇതിൽ വാല്യൂ, 1,00,000 രൂപയോ വാട്ടെവർ എമൗണ്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കത് മെൻ്റലി എഫക്റ്റ് ചെയ്യാത്തൊരു എമൗണ്ട് എത്രയാണെന്നുള്ളതാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് നിങ്ങൾക്കേ അറിയുള്ളൂ. ആ ഒരു എമൗണ്ട് നിങ്ങൾ റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. കാരണം അങ്ങനെ റിസ്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ മെൻ്റൽ മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റും പ്രോപ്പറായിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ 1000 രൂപ നിങ്ങൾക്ക് ലോസ് വരുന്ന നീക്കി, അതിനുശേഷം ഇപ്പോൾ ഒരു 500 രൂപ കൂടി ലോസ് വന്നു നീക്കി. അപ്പം നിങ്ങളത് മെൻ്റലി നിങ്ങളെങ്ങനെ എഫക്റ്റ് ചെയ്യും? അത് നിങ്ങളെ മെൻ്റലി എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ സക്സസ് ഉണ്ടാവുക. കാരണം അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഒരു മണി മാനേജ്മെൻറ്റിൻ്റെ ഒരു ലെവലിലേക്ക് നമുക്കൊന്ന് താന്നു പോകും. അതായത് മെൻ്റൽ മാനേജ്മെൻറ്റ് നമുക്ക് കൈവിട്ട് പോകും. നമ്മൾ എന്ത് ചെയ്യും? ഓവർ ട്രേഡ് ചെയ്യാനും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും? റിസ്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി വരും. കാരണം നമ്മളുടെ ഈ ഒരു എമൗണ്ട് നമ്മളെ മെൻ്റലി എഫക്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആയതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ മണി മാനേജ്മെൻറ്റ് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോവും, താഴേക്ക് പോവുകയും ചെയ്യും. അത് മെൻ്റൽ മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. നമ്മൾ ഓവർ ട്രേഡ് ഒക്കെ ചെയ്ത് നമ്മുടെ പൈസയൊക്കെ പോവുകയും ചെയ്യും. അതിനുശേഷം വരുന്ന പ്രോഫിറ്റുകളൊക്കെ ഉണ്ടല്ലോ, ആ പ്രോഫിറ്റുകളൊക്കെ എന്ത് ചെയ്യും? കിട്ടാനായിട്ട് നമ്മളുണ്ടാവില്ല. നമ്മളപ്പോഴേക്കും നമ്മുടെ ക്യാപിറ്റൽ പോയിട്ടുണ്ടാവും, നമ്മൾ ട്രേഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും, നമ്മൾ ട്രേഡിങ്ങിൽ വേറെ സ്ട്രാറ്റജി നോക്കി പോയിട്ടുണ്ടാവും. നമ്മൾക്ക് പല പല പ്രശ്നങ്ങൾ വരും. കാരണം ഈ മെൻ്റൽ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണി മാനേജ്മെൻറ്റ് മാത്രം വെച്ചിട്ട് ഒരാൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. അപ്പോൾ ഈ മെൻ്റൽ മാനേജ്മെൻറ്റ്, ഈ മെൻ്റൽ ഫിഗർ എന്ന് പറയുന്നത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തും. എനിക്കൊരു മെൻ്റൽ ഫിഗർ ഉണ്ട്, അതായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്കുള്ളതായിരിക്കില്ല വേറൊരു ട്രേഡർക്ക് ഉണ്ടാവുക. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണി മാനേജ്മെൻറ്റ് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ചോദിക്കും, ഈ 1,00,000 രൂപ ഞാൻ കൊണ്ടുവന്നിട്ട് ഈ 500 രൂപ 300 രൂപയ്ക്ക് ഒരു ട്രേഡിൽ റിസ്ക് ചെയ്തിട്ട് എന്നാണ് ഞാൻ പൈസ ഉണ്ടാക്കുക? കാരണം പൈസ അത്യാവശ്യം എനിക്ക് വേണ്ടേ, ഒരു 10,000 20,000 ഒരു 50,000 ഒക്കെ ഉണ്ടാക്കണ്ടേ, അപ്പം ഞാൻ എപ്പോൾ ഉണ്ടാക്കും എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പം അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ 1,00,000 രൂപ കൊണ്ടുവരുമ്പോൾ ആ 1,00,000 രൂപ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാപിറ്റലാണ്, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാപിറ്റലാണ്. അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങൾക്ക് മെൻ്റലി എഫക്റ്റ് ആവാത്ത ഒരു എമൗണ്ട് റിസ്ക് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. അങ്ങനെ കുറച്ച് ട്രേഡുകൾ നല്ല രീതിയിൽ ട്രേഡ് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ആ ഒരു എമൗണ്ടിന് 1,05,000 രൂപ ആക്കി നീക്കി. അപ്പം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഫിഗർ ഉണ്ടല്ലോ, ഇപ്പം നേരത്തെ 500 രൂപ റിസ്ക് ചെയ്യാന്നുള്ള ഫിഗർ കുറച്ചും കൂടി ബെറ്റർ ആവും. 500 രൂപ 5,000 രൂപ ഞാൻ ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഒരു പ്രോഫിറ്റിലാണല്ലോ റിസ്ക് ചെയ്യണതെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഫിഗർ പതുക്കെ ഉയരും. അതായത് നെഗറ്റീവ് തിങ്കിങ് വെച്ചിട്ടായാലും നമ്മുടെ ഫിഗർ കൂടും. അതായത് 1000 രൂപ റിസ്ക് ചെയ്യാൻ കൂടി നമുക്ക് തോന്നും. കാരണം നമ്മളെ മെൻ്റൽ ഫിഗർ കൂടി, കാരണം നമ്മൾ പ്രോഫിറ്റിനാണ് റിസ്ക് ചെയ്യണത്. പക്ഷെ ആ സമയത്തും നമ്മൾ നെഗറ്റീവ് തിങ്കിങ് ഓൾവേസ് കീപ്പ് ചെയ്യണം. പോസിറ്റീവ് തിങ്കിങ് കൂടി വന്നാൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് 5,000 രൂപ അടുത്ത ട്രേഡിൽ റിസ്ക് ചെയ്യും. 5,000 നിന്ന് 10,000 15,000 എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കരുത്. ആ സമയത്തും നെഗറ്റീവ് തിങ്കിങ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് നമ്മളുടെ മെൻ്റൽ ഫിഗർ പതുക്കെ കൂട്ടുക. അങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്താണ് നമ്മളെ ക്യാപിറ്റൽ വളർത്തിയെടുക്കേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതാണ് മണി മാനേജ്മെൻറ്റിന് കൂടെ നിങ്ങളുടെ മെൻ്റൽ മാനേജ്മെൻറ്റും വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. മണി മാനേജ്മെൻറ്റ് എല്ലാവർക്കും പറഞ്ഞു തരാം. പക്ഷേ ഈ മെൻ്റൽ മാനേജ്മെൻറ്റിൻ്റെ പാർട്ട് ആരും എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്.
അപ്പോൾ എനിക്കിതൊക്കെ പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ ട്രേഡിങ്ങിൽ സക്സസ് ആവാനും ഇത് നിങ്ങൾ പ്രാവർത്തികമാകാനും അത് നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾ തന്നെ വിചാരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ദയവായിട്ട് ശ്രമിക്കുക. വളരെ പതുക്കെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് നല്ലൊരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാകാൻ പറ്റട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം എൻ്റെ ഒരു സമയത്ത് ട്രേഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കതൊരു വളരെ നല്ലൊരു അഡ്വാൻറ്റേജും എഫക്റ്റീവായിട്ട് തീരട്ടെ. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. ബൈ.